നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മത്തങ്ങയും വാഴയ്ക്കയും ചെറുപയറും കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു എരിശ്ശേരിയാണ് കാണിക്കുന്നത്. വൻപയർ ചേർത്ത് എരിശ്ശേരി തയ്യാറാക്കൊണ്ട് ഞാനിന്ന് ചെറുപയർ ചേർത്തുള്ള എരിശ്ശേരിയാണ് കാണിക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കുതിർത്തിട്ടാണ് പയർ വയ്ക്കുന്നതെങ്കിൽ ഒരു 3-4 വിസിൽ കേൾക്കുമ്പോഴേ വെന്ത് കിട്ടും. ഞാനിപ്പോൾ കുതിർത്തിട്ടല്ല ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരു 4-5 വിസിൽ കേട്ടതിന് ശേഷം മാത്രമാണ് ഈ ചെറുപയർ വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പിലേക്കൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കുന്ന ആ കഷ്ണങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം. വാഴയ്ക്കയും മത്തങ്ങയൊക്കെ ഈ ഒരു സൈസിലൊന്ന് അരിഞ്ഞെടുക്കുക. അരിഞ്ഞ് 2-3 പ്രാവശ്യം ഒന്ന് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. വാഴയ്ക്കയിൽ കറയുണ്ടാവും. നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. കഷ്ണം ഏകദേശം ഒരു 1.5 കപ്പോളം മത്തങ്ങയും 1 കപ്പോളം വാഴയ്ക്കയും വരും ഇത്. പിന്നെ 1/4 കപ്പ് ചെറുപയറും. അപ്പം നമ്മുടെ പയർ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 5-6 വിസിലോളമായി. ഞാനിപ്പോൾ ഒന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ പയർ ഇവിടെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി. ഇപ്പോഴത്തെ പയർ വേവിക്കുമ്പോൾ ഈ ഒരു കളറാണ് കാണുന്നത്. നല്ല പച്ച കളറിലൊന്നും കാണാറില്ല. അപ്പം പാകത്തിന് വെന്ത ആ പയർ നമുക്ക് ഒരു 3/4 ഭാഗത്തോളം ഞാനിവിടെ വേവിച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ആ കഷ്ണങ്ങളും കൂടെ ഇട്ട് വേവിക്കുമ്പോൾ ബാക്കി കൂടെ വെന്ത് കിട്ടും. കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പയറിനും വാഴയ്ക്കും മത്തങ്ങയ്ക്കും ഒക്കെ ചേർന്നുള്ള രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായ വെള്ളം ഒന്ന് നികക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടണം. ഇത് ഞാൻ കുക്കറിൽ ഒരു 2 വിസിൽ കേൾക്കുമ്പോഴേക്കും നമുക്ക് പാകത്തിന് വെന്ത് കിട്ടും. മത്തങ്ങയും വാഴയ്ക്കാണല്ലോ, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾക്കുന്ന രീതിയിലൊന്ന് വെക്കുകയാണ് അടുപ്പിലോട്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 1.5 കപ്പ് തേങ്ങ, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം ഇതിന് വേണ്ടത്, എങ്കിലേ ആ സ്വാദ് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു 7-8 വറ്റൽമുളക്, വെളുത്തുള്ളി അല്ലി ചെറുതായതുകൊണ്ട് ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ജീരകം, ഒരു 2 തണ്ട് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കുന്ന പരുവത്തിലൊന്ന് ഞാൻ അമ്മിയിലാണ് ഇന്ന് അരച്ചെടുക്കുന്നത്. മിക്സിയിൽ അരയ്ക്കുന്നുള്ള അതിൽ എടുത്താൽ മതിയാകും. മുളകൊന്ന് വെള്ളത്തിലിട്ടൊന്ന് ഒരു 4-5 മിനിറ്റ് വെച്ചതിന് ശേഷം അരച്ചാലേ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. ഞാനിത് ഇവിടെ അത് അരച്ചെടുത്ത് കഴിഞ്ഞു. നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു. എനിക്ക് അതിൽ തന്നെ കൂട്ടും കൂടെ ഇട്ട് എടുക്കാൻ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചു കുക്കറായിപ്പോയി. അതുകൊണ്ട് ഞാനത് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം നമ്മൾ ആ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് ഉടയ്ക്കേണ്ട, അങ്ങ് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത്. നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിൽ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അരച്ചെടുത്ത് ആ കൂട്ട് കൂടെ ചേർക്കാം. വെള്ളത്തോട് അല്പം അമ്മി കഴുകിയ വെള്ളം കൂടെ ഉണ്ട് ഇതിലെ കൂടെ. ഇത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് നമ്മൾ ആ പച്ചക്കറി ചേർത്ത് കഴിഞ്ഞിട്ട് വെന്ത് വരുമ്പോൾ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഒത്തിരി അങ്ങ് വെള്ളമായിട്ട് പോകരുത്. എന്നാൽ നമുക്കിതൊന്ന് ഒരു 4-5 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള വെള്ളം വേണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. അരയ്ക്കുമ്പോൾ അപ്പോഴും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ മതി നമുക്ക് വെള്ളം. ഇനി ഒരു 4-5 മിനിറ്റ് നല്ല വെന്തൊന്ന് കുറുകി വരട്ടെ. ഒത്തിരി അങ്ങ് കുറുകി പോകണ്ട. ഇതേ ഒരു പരുവത്തിൽ മതിയാകും. ഇപ്പം നമ്മുടെ എരിശ്ശേരി ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി കഴിഞ്ഞു. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്ത് ചേർക്കണം. ശരിക്കും എരിശ്ശേരിക്ക് നമ്മൾ കടുക് വറുത്ത് ചേർക്കുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ശരിക്കും നിറയെ തേങ്ങയൊക്കെ ചേർത്ത് കടുക് വറുത്ത് ചേർത്താൽ വളരെ വളരെ രുചിയും മണവും ആയിരിക്കും. നല്ല തേങ്ങ വറുത്ത മണമൊക്കെ കൂടെ വരുമ്പോഴേ നല്ലൊരു സ്വാദാണ് ഈ എരിശ്ശേരിക്ക്. അതിലേക്ക് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ കടുക്, ഇത് രണ്ടും ഇട്ട് ആ കടുകൊന്ന് പൊട്ടി ഉഴുന്ന് നല്ല ഒന്ന് ചുമന്ന് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഉഴുന്നിവിടെ ചുവന്ന് തുടങ്ങി. ഞാനിപ്പോൾ ആ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ നല്ല ചുവന്ന് കിട്ടണം, കരിഞ്ഞു പോകരുത്, നല്ല ചുവന്ന് കിട്ടണം. ഇതാ ഇത് കണ്ടോ, ഇതുപോലെ ഇപ്പോൾ ചുവന്ന് തുടങ്ങി തേങ്ങ. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ ചീനച്ചട്ടിയിൽ കുറച്ചുകൂടെ നേരം കൂടെ ചൂട് കാണും, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും തേങ്ങ. നമുക്ക് ആ മുളകൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഒരു മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം മുളക് നല്ല മൂത്ത് വന്നു കഴിഞ്ഞു. തേങ്ങയും പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമാണിപ്പോൾ. ഇനി നമുക്കിത് ആ ഉഴുന്ന് പരിപ്പും തേങ്ങയും എല്ലാം കൂടെ ആകുമ്പോഴേ നല്ലൊരു മണമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി അത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ നമുക്കൊന്ന് ഇളക്കി ചേർക്കേണ്ട. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി ചേർക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയി. ഇപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ആ എരിശ്ശേരിയിലേക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെ വളരെ ടേസ്റ്റിയായ രുചികരമായ സൂപ്പറായ ഒരു എരിശ്ശേരിയാണ് ഇവിടെ റെഡിയായിട്ടുള്ളത്. ഇത് കണ്ടോ, ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. പിന്നെ വെജിറ്റബിൾസൊക്കെ നമ്മളുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറുപയർ ചേർത്ത് തയ്യാറാക്കിയതാണ്. വൻപയർ ചേർത്തും എരിശ്ശേരി തയ്യാറാക്കാറുണ്ട്. ചേനയോ ചേമ്പോ ഒക്കെ ചേർത്ത് നമുക്ക് എരിശ്ശേരി വയ്ക്കാവുന്നതാണ്. വാഴക്കയും മത്തങ്ങയും ചെറുപയറും ചേർത്ത് തയ്യാറാക്കിയ രുചികരമായ ഈ എരിശ്ശേരി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങളുമായി ഉടനെ തന്നെ കാണാം.